കുറച്ച് നാളായി പഞ്ചരത്നത്തിൽ സംഭവിക്കുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. വിചാരിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. എടോ, ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ, നല്ല തിരക്കായിരുന്നു. യാത്രകള് എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വന്നാലോന്നൊരു ആലോചിച്ചതാ. പക്ഷേ കമ്മിറ്റ്മെന്റ്സ്. എനിക്കറിയാം വിവേക് ജോലി തീർത്ത് തിരിച്ചു വരുന്നോണ്ട് പരിഹരിക്കാവുന്ന ഒന്നും അല്ല സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. 3 പേരുടെ കല്യാണം ഒരുമിച്ച് നിശ്ചയിക്കുന്നു. അതിലൊരാളുടെ കല്യാണം മുടങ്ങുന്നു. മറ്റൊരാളുടെ കല്യാണം നിശ്ചയിച്ചതിൽ നേരത്തെ നടത്തേണ്ടി വരുന്നു. ബാക്കിയുള്ളത് ഞാൻ. വിചിത്രമല്ലേ? അഖില സന്തോഷായിരിക്കുന്നോ? നല്ല കാര്യമായി. അംബികമാമിയും ദിവ്യപ്രഭയുള്ള വീട്ടില് സന്തോഷമായിട്ടിരിക്കാനോ? പക്ഷേ അവള് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, സന്തോഷമാണെന്ന് കാണിക്കാൻ. എത്ര നാള് അറിയില്ല. അല്ല, വിവേക് വീട്ടിലേക്ക് വരാത്ത എന്താ? വരാം. എന്തായാലും ആകാശോഹിലെയും വിരുന്ന് വരുന്നുണ്ടല്ലോ, അപ്പോ ഞാനും വരാം. എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് കുറെ നാളായില്ലേ. ഒന്ന് കൂടുന്നൊക്കെ സന്തോഷാ. പക്ഷേ താനിങ്ങനെ നെഗറ്റീവ് ആവല്ലേ. എല്ലാം എവിടെയെങ്കിലും വെച്ച് ശരിയായാലേ പറ്റൂ. ശരിയാവും. അഭിയേട്ടൻ എന്ത് പറയുന്നു? എന്തു പറയാൻ, കൃഷ്ണേട്ടൻ വീട്ടിലുള്ളതാ അഭിയേട്ടന്റെ പ്രശ്നം. അത് ഇത്രയും നാള് അമൃതേച്ചിയും അഭിയേട്ടനും ഒളിച്ചു വെച്ചു. ഇപ്പോ കൃഷ്ണേട്ടന് ഒരു ജോലി കണ്ടുപിടിക്കാൻ എല്ലാരും നോക്കുന്നുണ്ട്. അത് നടന്നാ അഭിയേട്ടന് പ്രശ്നവും തീരും, അവരുടെ കല്യാണവും നടക്കും. നടക്കണം. ഒരുമിച്ച് തീരുമാനിച്ച കല്യാണങ്ങളില് 2 ഒരുമിച്ച് നടക്കുമല്ലോ. അത്രയും സന്തോഷം. ഞാൻ പഞ്ചരത്നത്തിലേക്ക് വരാം. എല്ലാം കലങ്ങി തെളിയുന്നു മനസ്സ് പറയുന്നു. എന്തുപറ്റി? അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്താണെങ്കിലും കാര്യം പറയേ. ഞാൻ ഇതുവരെ അഭിയോട് ആവശ്യപ്പെടാത്തൊരു കാര്യമാണ് ചോദിക്കാൻ പോകുന്നേ. നിവൃത്തിയേടുണ്ടാ, വേറൊന്നും വിചാരിക്കരുത്. താൻ കാര്യം പറ. അഖിലെ ആകാശം വിരുന്നിന് വരുന്നുണ്ട്. അവർക്ക് ഒരു കുറവുണ്ടാവരുത്. ഡ്രസ്സ് എടുക്കണം. പിന്നെ ആകാശിന് 2 പവന്റെങ്കിലും ഒരു ചെയിൻ വാങ്ങിക്കൊടുക്കണം. പക്ഷേ എന്റെ കയ്യിൽ കാശ് തികയില്ല. എത്ര രൂപ വേണം? എനിക്ക് കാശൊന്നും വേണ്ട. പിന്നെ അഭിക്ക് പരിചയമുള്ള ജ്വല്ലറിന്ന് 1 മാസത്തെ ക്രെഡിറ്റിന് ഗോൾഡ് എടുത്ത് തരണം. മുഴുവൻ തുകയ്ക്ക് വേണ്ട, ഒരു 50,000. എനിക്ക് പരിചയമുള്ള ജ്വല്ലറി വലിയ സെലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോ അവിടെ ചെന്നിട്ട് അവിടെ കാണുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റൊരു ജ്വല്ലറി പോകേണ്ടി വരില്ലേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത്രയ്ക്ക് ഞാൻ ആലോചിച്ചില്ല. ഇനി എന്ത് ചെയ്യും? ഇത് കയ്യിൽ വെച്ചോ, ആവശ്യം വന്നാൽ എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. അഭിക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതല്ലേ. അതൊന്നും നോക്കണ്ട. തന്റെ ആവശ്യങ്ങള് എന്നെ കൂടെ ആവശ്യമല്ലേ? 1 മാസത്തിനകത്ത് ജ്വല്ലറിയിൽ തിരിച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞത്? അതെനിക്ക് തന്നോ, പിന്നെന്താ കുഴപ്പം? വാങ്ങിച്ചോ. ഞാൻ തിരിച്ചു തരൂട്ടോ. ഓ ആയിക്കോട്ടെ. എന്റെ ആവശ്യങ്ങൾക്കെല്ലാം എപ്പോഴും അഭിയ എന്റെ ബലം. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.